10 വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ EMI വഴി. 3 സ്റ്റാർ ഫർണിച്ചറിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ബ്ലൈൻഡ്സിന് വെറും 80 രൂപ മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലടി പെരുമ്പാവൂർ റോഡിൽ ക്രിസ്റ്റൽ ടവർ ബിൽഡിംഗിലാണ്. ഇതെല്ലാം വെറും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. നാടിന്റെ വികസനങ്ങൾ മാത്രമാണ് ഓരോ സ്ഥാനാർത്ഥികളുടെയും ലക്ഷ്യം. തൊട്ടടുത്ത കാഞ്ഞൂർ പഞ്ചായത്തിലെ 3 LDF സ്ഥാനാർത്ഥികളെയും കൂടി നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ഹണി ഡേവിസ്. ഞാൻ കാഞ്ഞൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. നാടിൻ്റെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി എന്നാൽ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ 2018 പ്രളയവും കോവിഡ് മഹാമാരിയും ഞാൻ ജനപ്രതിയായിരുന്ന സമയത്തായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ജനങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ചിഹ്നമായ മേശ അടയാളത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി കാഞ്ഞൂർ പഞ്ചായത്തിലെ 2-ാം വാർഡിൽ നിന്നും മത്സരിക്കുകയാണ്. ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ സംവിധാനാവകാശം രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാഞ്ഞൂരിൻ്റെ സമഗ്ര വികസനത്തിന് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം കാതോർക്കുകയാണ്. ഇടതുപക്ഷ സാരഥികളായി 17 വാർഡുകളിലേക്കും 2 ബ്ലോക്ക് ഡിവിഷനിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും സമർത്ഥരായ പരിണതപ്രജ്ഞരായ അനുഭവ സമ്പത്തുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നാം നേരിടുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ പഞ്ചായത്തിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള കുറവുകളെ പരിഹരിച്ചുകൊണ്ട് ഒട്ടേറെ വികസനത്തിന് സാധ്യതകളുള്ള ഈ നാടിൻ്റെ സമഗ്രമായ വികസനമാണ് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം. കാലപ്പഴക്കം കൊണ്ട് യാതൊരുവിധ സൗകര്യവുമില്ലാത്ത ഒരു പഞ്ചായത്ത് ഓഫീസാണ് കാഞ്ഞൂരിനുള്ളത്. ആ പഞ്ചായത്ത് ഓഫീസ് തന്നെ പുതുക്കി പണിയേണ്ട കാലഘട്ടം ഏറെ കടന്നുപോയിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളും ഒരു കൊടക്കീഴിൽ എന്ന നിലയ്ക്ക് ഒരു മിനി സിവിൽ സ്റ്റേഷൻ സമീപ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യാഥാർത്ഥ്യമായി. നമ്മുടെ പഞ്ചായത്തിൽ മാത്രം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ പോയതിന് കാരണം കഴിഞ്ഞ 15 വർഷക്കാലമായി തുടർച്ചയായി UDFൻ്റെ ഭരണമാണ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ടാണ്. സംസ്ഥാനത്തെ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സാധ്യതകളെ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുമായുള്ള ബന്ധങ്ങൾ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാഞ്ഞൂരിൽ ഒരു ഇടതുപക്ഷ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഈ പഞ്ചായത്തിനകത്ത് ഒരു മിനി സിവിൽ സ്റ്റേഷനും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന് എല്ലാ സൗകര്യങ്ങളോടു കൂടിയ ഒരു പൊതു കെട്ടിടവും എല്ലാ സൗകര്യങ്ങളോടു കൂടിയ മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഒരുക്കുന്നതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ജനങ്ങളോട് അറിയിക്കുകയാണ്. ഞാൻ ജിജി ബോസ്, കാഞ്ഞൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എനിക്ക് ടെലിവിഷൻ എന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എന്തിനും എല്ലാ വികസനത്തിനും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യും. 10 വർഷത്തോളമായി ഏറ്റവും ബെസ്റ്റ് ആൻഡ് പ്രീമിയം മൊബൈൽ ഫോണുകളുടെ പ്രൈം ഡെസ്റ്റിനേഷനായ മൊബൈൽ സിറ്റിയിലൂടെ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം പ്രീമിയം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ EMI വഴി.